സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചരതഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധി സാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 60-ാമത്തെ ദശകം ഗോപീ വസ്ത്രാപഹരണവും അല്ലെങ്കിൽ കാത്യായനീ വ്രതം, ഗോപികൾ അനുഷ്ഠിച്ച കാത്യായനീ വ്രതം രണ്ടും ഏകദേശം ഒരു വിഷയമായിട്ടാണല്ലോ വരിക. ഒന്നിൻ്റെ ഇടയിലാണ് മറ്റതുണ്ടായത്. അതിൽ 2 ശ്ലോകം നമ്മൾ പറഞ്ഞു. തവ നാമ കഥാരഥ സമം സുദിശപ്രാതരുപാഗത നദീം. കാളന്തി നദിയിലേക്ക് വളരെ പ്രഭാതത്തിൽ തന്നെ പോയി ജലഗന്ധ പുഷ്പാദികൾ ഉപഹാരശതൈരപൂജയൻ കുജകളെ കൊണ്ട് ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് പൂജിച്ചു. കുലദേവതയാവാം, ദേവിയെ ചിലർക്കൊരു പ്രത്യേക ഇതുണ്ട്, ഒരു ബന്ധമുണ്ട്. എന്തായാലും ദേവിയെ പ്രാർത്ഥിച്ചാൽ നടക്കുന്ന വല്ലവരും പറഞ്ഞിട്ടുണ്ടാവണം, അല്ലാണ്ട് അവർ ദേവിയെ പ്രാർത്ഥിക്കണം എന്നില്ലല്ലോ. അങ്ങനെ അവർ എന്താ പ്രാർത്ഥിച്ചത്? ദൈതോ നന്ദസുതോ ഭവേദിതി. നന്ദസുതോ ദൈതോ ഭവേത്. വയം ദൈത, ഞങ്ങളുടെ ദൈതനായിട്ട് ഭഗവാൻ ഉണ്ടാവണം, സദാ ഉണ്ടാവണം. ഇപ്പം ദേവിയെ പ്രാർത്ഥിച്ചപ്പോൾ ദേവിയല്ല വന്നത്, ഭഗവാനാണ്. അങ്ങനെയപ്പോൾ എന്താ കുഴപ്പം? ദേവി പ്രത്യക്ഷപ്പെട്ട് വരം കൊടുത്തിട്ട് വേണ്ടല്ലോ കൃഷ്ണൻ, അങ്ങനെയൊക്കെ വളച്ച് കെട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? ചിലപ്പോൾ ദേവി തന്നെ അല്ലേ ഭഗവാനെ അയച്ചതാവാം. ഞാൻ അപ്പോൾ പോയിട്ട് എന്തിനാ വരം കൊടുക്കണം? അങ്ങേക്ക് നേരിട്ട് പോക്കൂടെ? അവർക്ക് എന്തിനാ ഒരു സ്റ്റെപ്പ് കുറച്ച് കൊടുത്തൂടെ എന്ന നിലയ്ക്കാവാം വേഗം ഭഗവാൻ കാളന്തി നദിയിൽ പ്രത്യക്ഷപ്പെട്ടു, ആ തടുത്ത തീരത്ത്. ഇതി മാസമുപാഹിത പ്രതരളക്ഷീരഭിവീക്ഷ്യതാ ഭവാൻ കരുണാമൃദുലോ നദീതടം സമയാസീത്തതനുഗ്രഹേച്ഛയാ. ഒരു മാസം എന്നാണ് ഇവിടെ പറഞ്ഞത്. ഈ 41 ദിവസം ആവണേനും വിരോധമൊന്നുമില്ല, മൊത്തത്തിലൊരു മാസം എന്നാണ് പറഞ്ഞു. വ്രതങ്ങളൊക്കെ അധികം ഈ 41 ദിവസത്തിന് മണ്ഡലകാലം എന്നാണ് പറയുക. അതിന് പ്രത്യേകതയുണ്ട്. നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ, ഈ മണ്ഡലകാലം എന്ന് പറഞ്ഞാൽ വൃശ്ചികം 30 ധനു 10 എന്നാണ്. അല്ല, അങ്ങനെ അല്ല മണ്ഡലകാലത്തിൻ്റെ അർത്ഥം. വെറും 41 ദിവസം നടത്തേ ഉള്ളൂ. കർക്കിടകം 30 ചിങ്ങം 10 മണ്ഡലകാലാക്കാം. ചില അമ്പലത്തിലൊക്കെ അങ്ങനെ അതാണ് അത്ര അവിടുത്തെ മണ്ഡലം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. ഇവിടുത്തെ മണ്ഡലം എന്ന് പറഞ്ഞാൽ കർക്കിടം 30 + 10 കേട്ടോ. തൃശ്ശൂർ ജില്ലയിലെ എവിടെ ഒരു അമ്പലത്തിൽ എന്തിനോ പോയപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ മണ്ഡലം എന്താണ് കേട്ടോ. മണ്ഡലകാലമല്ലേ എന്ന് ഇപ്പോൾ മണ്ഡലകാലമോ ചോദിച്ചു ഞാൻ. ഞങ്ങളുടെ മണ്ഡലകാലം കർക്കിടകവും ചിങ്ങം 10 കൂടി 11 കൂടി ഇതാണ്. തെറ്റില്ല, കാരണം അതിൻ്റെ സാങ്കേതിക അർത്ഥപ്രകാരം 41 ദിവസം നേടും. വൃശ്ചികം ധനു അങ്ങനെയില്ല, 41 ദിവസം കൂടി ഇതേതോ അത് മണ്ഡലകാലം. എന്തോട്ടെ, അതൊരു പ്രധാന വിഷയം, ഇവിടുത്തെ വിഷയമല്ല, ഡൈവേർട്ട് ചെയ്യണ്ട. ഇത് മാസമുപാഹിത വ്രത, ഒരു മണ്ഡലത്തോളം എന്ന് പറയാം. തരളാക്ഷി അഭിവീക്ഷ്യതാ ഭവാൻ. തരളാക്ഷി സുന്ദരിമാർ, ആ കന്യകമാരെ ഭഗവാൻ കണ്ടു. ഓഹോ, വളരെ പ്രഭാതത്തിൽ എണീറ്റിട്ടാണല്ലോ ഇവർ ദേവിയെ ഭജിക്കണത്. എന്താ ഇപ്പോൾ ഇവരുടെ പരിപാടി? ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഭവാൻ താം അഭിവീക്ഷ്യ, ഗുരുവായൂരപ്പ അങ്ങ് അവരെ കണ്ടു. വളരെ കാര്യമായിട്ട് എന്തോ ആഗ്രഹത്തോടു കൂടിയുള്ള സകാമ പൂജയാണ് എന്ന് ഭഗവാൻ കണ്ടു. ഭഗവാൻ അവരോട് കാരുണ്യമുണ്ടായി. എന്താ കാരണം? തന്നെ കിട്ടണം എന്ന് വെച്ചിട്ടാണോ? വേറെ ആഗ്രഹമൊന്നുമല്ല. അത് ഏറ്റവും വലിയ ആഗ്രഹമല്ലേ, ഏറ്റവും നല്ല പൂർണ്ണമായിട്ടുള്ള ആഗ്രഹമാണ് ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഭജിക്കുക.
നമ്മളാരും അത് ചെയ്യാറില്ല. വിവിധ പുഷ്പാഞ്ജലികൾ, തുലാഭാരങ്ങൾ ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ആർക്കെങ്കിലും ഒരു ഭക്തി പുഷ്പാഞ്ജലി, മോക്ഷ പുഷ്പാഞ്ജലി ചെയ്യലുണ്ടോ? നമ്മൾ കണ്ടില്ലയോ? എനിക്കൊരു മോക്ഷ പുഷ്പാഞ്ജലി വേണം, ക്ലർക്കിനോട് പറഞ്ഞിട്ട് ചെയ്യിക്കലില്ല. ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട്, ഭഗവത് ലാഭത്തിന് വേണ്ടിയിട്ട്, ഒരു ധനലാഭത്തിന് കഴിക്കണ പോലെ ഭഗവത് ലാഭം അങ്ങനെയെങ്കിലും ഒരു പുഷ്പാഞ്ജലി കഴിക്കലുണ്ടോ? ശരിക്കും അതല്ലേ വേണ്ടത്. അതാണ് ഈ കർമ്മങ്ങളും ഈ ക്ഷേത്രങ്ങളും ഒക്കെ ഒരു ഷോ ആയിട്ട് അധപ്പതിച്ചു എന്ന് പറയാൻ കാരണം. ആത്മീയത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് അവ വരുന്നില്ല, വരണേയില്ല. ആന വേണം, പൂരം വേണം, വെടിക്കെട്ട് വേണം, എല്ലാ ഗെയിമായില്ലേ. ഇതൊക്കെയാണ് നടത്തിയാൽ മോക്ഷം കൈ കിട്ടുക എന്നാ വിചാരം. എന്താ അതുകൊണ്ട് കിട്ടണത്? പാപം കൂട്ടി വയ്ക്കുക, അത്രയേ ഉള്ളൂ. ആനയെ ദ്രോഹിച്ച പാപമല്ലാണ്ട് കിട്ടുമോ? വെടിക്കെട്ട് നടത്തിയ മനുഷ്യന് ഉപദ്രവി വേണ്ടാത്ത കണ്ട് സന്തോഷിക്കുക. ഈ പണം എത്ര നല്ല കാര്യത്തിന് ഉപയോഗിക്കാം. അപ്പോൾ ആ ക്ഷേത്രത്തിൽ ചെന്നാൽ പോലും നമുക്ക് ഈ ആഗ്രഹമില്ല. എന്ത്? ഭഗവാനെ കിട്ടണം എന്ന ആഗ്രഹം. അതാണ് യഥാർത്ഥ ഭജനം. കരുണാമൃദുലോ നദീതടം, ആ നദീതടത്തിലേക്ക്, കാളിന്തി തീരത്തേക്ക് പോയി സമയാസീതനുഗ്രഹേച്ഛയാ, സമയാസീത് പോയി വന്നണഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അനുഗ്രഹേച്ഛയ, എന്തിനായിക്കൊണ്ട്? അവരെ അനുഗ്രഹിക്കാനായിക്കൊണ്ട്. അവരിൽ കാരുണ്യത്തോടു കൂടിയ മനസ്സോടുകൂടി ഭഗവാൻ അവിടത്തേക്ക് പോയി. സമയാസീത് എത്തിച്ചേർന്നു. അനുഗ്രഹേച്ഛയ ത്വം കരുണാമൃദുലോ തത് അനുഗ്രഹേച്ഛയ നദീതടം സമയാസീത്. അവരെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് നദീതടത്തിലേക്ക് സമയാസീത് എത്തിച്ചേർന്നു. നിയമാവസിതോ നിജാംബരം തടസീമനി, തടസീമനി പ്ലസ് അവമുച്യ, തടസീമന്യവമുച്യ, അവമുച്യ അഴിച്ചു വെച്ചിട്ട്. തഥാ താസ്തദാ അവമുച്യ താസ്തദാ യമുനാ ജലഖേലനാകുലാഃ പുരതത്വാം അവലോക്യ ലജ്ജിതാ. നിയമം, വ്രതം. വ്രതാവസാനത്തിൽ നിയമാവസിതോ എന്ത് ചെയ്തു? നിജാംബരം തടസീമനി അവമുച്യ. അമ്പരം വസ്ത്രം, തങ്ങളുടെ വസ്ത്രം തടസീമനി, ആ തടത്തിൽ, തീരത്ത് അവർ അവമുച്യ അഴിച്ചു വെച്ചു. തേ നിയമാവസിതോ നിജാംബരം തടസീമനി അവമുച്യ, തടതീരത്ത്, കാളിന്തി തീരത്ത് അഴിച്ചു വെച്ചു. എന്നിട്ടോ യമുനാജല കേലനാകുല, യമുനാജലത്തിൽ നീന്തി തുടിച്ച് കളിച്ചു. ഇപ്പോൾ വെള്ളം തന്നെ ഇല്ല. ചില നദികളിലൊക്കെ, യമുനയിലൊക്കെ ഉണ്ട് കേട്ടോ, യമുനയിലും മേലൊക്കെ എപ്പോഴും വെള്ളമുണ്ട്, ചില നദിയിലൊന്നുമില്ല. പണ്ടൊക്കെ ഈ കുളിക്കാൻ പോവുക അങ്ങനെയുണ്ട്. എന്താ വെച്ചാൽ ഈ തിരുവാതിരക്ക് കുളിക്കുമ്പോൾ തുടിക്കുക, വെള്ളത്തിൽ ഇല്ലേ, നമ്മൾ പറയില്ലേ മലര് വറുക്കുക. തിരുവാതിരയ്ക്ക് അങ്ങനെ ഇതൊക്കെ പണ്ട് പതിവുണ്ടായിരുന്നത്. വെള്ളത്തിൽ നീന്തി കളിക്കുക വളരെ നേരത്തെ അല്ലേ. ഓരോ സ്ത്രീകളും മറ്റേ സ്ത്രീയുടെ പേരൊക്കെ വിളിച്ചങ്ങനെ പോവും. 4 മണി 4:30 മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. തിരുവാതിരക്കുളി, തിരുവാതിര കളിയുണ്ട്, തിരുവാതിര കുളിയുണ്ട് അല്ലേ. ഇപ്പോൾ കുളിയൊക്കെ ഇല്ലാണ്ട് ഒക്കെ കുളിമുറിയിലായി. അങ്ങനെ ഇവർ നീന്തി തുടിച്ച് വസ്ത്രമില്ലാതെ ആണ് വെള്ളത്തിൽ നീന്തിയത്. യമുനാജലഖേലനാകുല, യമുനാജലത്തിൽ ക്രീഡാതൽപരരായിട്ട്. കേലനാകുല പുരതത്വാമവലോക്യ ലജ്ജിത. അങ്ങനെ ഭഗവാനെ എങ്ങനെയോ അബദ്ധത്തിൽ കണ്ടു. അങ്ങനെ അവർക്കൊക്കെ വലിയ ലജ്ജയുണ്ടായി. ഒരു തരത്തിൽ ചെറിയായിട്ടൊരു വിഷമം, ഒരാൾ വസ്ത്രമില്ലാതെ തങ്ങളെ കാണുക. വേറൊരു തരത്തിലോ തങ്ങൾ ആഗ്രഹിച്ച ആളാണ്, ആരെങ്കിലും അല്ലല്ലോ. ആ നിലയ്ക്ക് എന്തൊക്കെയോ ചില എന്താ പറയേണ്ടത്, മധുരമായ ദുഃഖം എന്നോ അങ്ങനെയൊക്കെ പറയാം. മധുരമായ ദുഃഖം ഉണ്ടാവുമോ? ദുഃഖമാണെങ്കിൽ അതിനകത്ത് ചെറിയൊരു മധുരം.
ആ മാതിരി ഒരു അവസ്ഥാവിശേഷം അവർക്കുണ്ടായി. നിയമാവസിതോ, നിയമാവസാനം വ്രതാവസാനം, നിജാംബരം തടസീമന്യവമുച്ച, നദീതടത്ത് അഴിച്ചു വെച്ച് യമുനാജല കേലനാകുല, നദിയിൽ ഇളങ്ങി കുളിച്ചു തുടിച്ചു നീന്തി അവർ വിഹരിച്ചു. പുരത ത്വാം അവലോക്യ, മുമ്പിൽ അങ്ങേ കണ്ടിട്ട് അവർക്ക് ലജ്ജ ഉണ്ടായി. കാരണം വസ്ത്രമില്ലാണ്ടാണ് എല്ലാവരും അവിടെ വെള്ളത്തിൽ വിഹരിക്കുന്നത്. ത്രപയ നമിതാനനാസ്വധോ വനിതാ സ്വംബരജാലമന്തിയേ നിഹിതം പരിഗൃഹ്യ ഭൂരുഗോ വിടവം ത്വം തരസാതിരൂഢവാൻ. ഭഗവാൻ ആ വസ്ത്രങ്ങളെല്ലാം ശേഖരിച്ച് ത്വം വനിതാസു രൂപയ നമിതാനനാസു, മുഖം കുനിച്ച് ആ സ്ത്രീകൾ നിന്നു. നമിത മുഖം കുനിക്കുക, താഴ്ത്തുക, ലജ്ജ കൊണ്ട് മുഖം താഴ്ത്തി അവരെല്ലാം നിന്നപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? അന്തികേ നിഹിതം, അടുത്ത് വന്ന് അമ്പരം ജാലം പരിഗൃഹ്യ, അമ്പരം വസ്ത്രമെല്ലാം എടുത്ത് ഭൂരുഹ വിടഭം തരസ അതിരൂഢവാൻ, ഭൂരുഹം വൃക്ഷം, വൃക്ഷത്തിൻ്റെ കൊമ്പിൽ കയറി ഇരുന്നു. വസ്ത്രങ്ങളെല്ലാം ശേഖരിച്ച് വിടഭം ത്വം തരസാതിരൂഢവാൻ. വിടഭം എന്ന് പറഞ്ഞാൽ മരമായിട്ട് ചില സ്ഥലത്തൊക്കെ പറയും, പക്ഷേ ഇവിടെ കൊമ്പാണ്. കാരണം ഭൂരുഹം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. രണ്ട് മരം പറയേണ്ട ആവശ്യമില്ല, മരക്കൊമ്പിൽ കയറി ഇരുന്നു, അവിടെ ഇരിപ്പായി. ത്രപയ ലജ്ജ, ത്രപയ നമിതാനനാസ്വധോ, ആനനം മുഖം, നമിതാനനാസ്വധോ മുഖം താഴ്ത്തിയ മുഖത്തോടു കൂടി അവർ ഭഗവാനെ നോക്കിയപ്പോൾ ജാലം അന്തികേ നിഹിതം പരിഗൃഹ്യ, അടുത്ത് വന്ന ഈ വസ്ത്രമെല്ലാം എടുത്ത് വൃക്ഷക്കൊമ്പത്ത് സ്ഥാപിച്ചു. ഇഹ താപതുപേത്യനീയതാം വസനം വസ്തുദൃശോ യഥായഥം ഇതി നർമ്മമൃദുസ്മിതേ ത്വയി ഭുവദിവ്യാമുഖേ വധൂജനേ. അല്ലയോ സുന്ദരികളെ, ഇവിടെ വന്ന് വസ്ത്രമെല്ലാം യഥായഥം ഉടമസ്ഥത പ്രകാരം നിങ്ങൾ ഏറ്റുവാങ്ങുക. ഇഹ ഉപേത്യ, ഇവിടെ വന്നിട്ട് നിങ്ങൾ ഈ വസ്ത്രം വാങ്ങുക. ഇത് നർമ്മമൃദുസ്മിതേ, പുഞ്ചിരിയോടുകൂടി നർമ്മരസത്തിൽ പുഞ്ചിരിച്ചിട്ട് ആ ഗോപീജനങ്ങളെ വല്ലാതെ വലച്ചു. ഭ്രുവതി വ്യാമുഖേ, മോഹിപ്പിച്ചു, വലച്ചു എന്നൊക്കെ പറയാം, മായയിൽ മുക്കി. വധൂജനൈ, എല്ലാവരും ഇവിടെ വന്ന് വസ്ത്രങ്ങൾ സ്വീകരിച്ചു കൊള്ളുക, നിങ്ങൾക്ക് വസ്ത്രം തരാം എന്ന് പറഞ്ഞു. ശുഭദിന ആശംസകളോടുകൂടി നിർത്തുന്നു. നമസ്കാരം.